അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമങ്ങളിൽപ്പെട്ട നാമമാണ് ഖഹാർ എന്ന നാമം. പരിശുദ്ധമായ ഖുർആനിൽ ഈ നാമം 6 പ്രാവശ്യമാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ അബ്ജദീയ കണക്ക് 306 ആണ്. എല്ലാത്തിനെയും അടക്കി ഭരിക്കുന്നവൻ എന്ന് നമുക്ക് ഇതിന് ഒറ്റ വാക്കിൽ അർത്ഥം പറയാം. ഖഹാർ എന്ന പദം ഖഹ്ർ എന്ന പദത്തിൽ നിന്ന് ഉണ്ടായതാണ്. ഖഹ്ർ എന്ന് പറഞ്ഞാൽ സർവ വസ്തുക്കളുടെ മേലിലും ആധിപത്യം പുലർത്തൽ എന്നാണ് അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല സർവ വസ്തുക്കളുടെ മേലിലും അധികാരമുള്ളവനാണ്, ആധിപത്യം പുലർത്തുന്നവനാണ്. തൻ്റെ ഖുദ്റത്ത് കൊണ്ട്, തൻ്റെ അധികാരം കൊണ്ട് സർവ വസ്തുക്കളെയും അല്ലാഹ് ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ക്രയവിക്രയം ചെയ്യുന്നവനാണ്. അല്ലാഹു അവൻ്റെ സൃഷ്ടികളെ കൊണ്ട് അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ നിയന്ത്രണം നടത്തും. ഒരു സൃഷ്ടിക്കും അല്ലാഹുവിൻ്റെ നിയന്ത്രണത്തെ തടയാൻ സാധ്യമല്ല. ഈ പ്രപഞ്ചത്തിൽ അല്ലാഹുവിനോട് ഒരു വസ്തുവും കിടപിടിക്കുകയില്ല. ആ രൂപത്തിൽ എല്ലാത്തിൻ്റെയും മുകളിൽ മികച്ചു നിൽക്കുന്നവനാണ് അല്ലാഹു. പ്രപഞ്ചത്തിലെ ഏതൊരു വസ്തുവും അല്ലാഹുവിൻ്റെ ഖുദ്റത്തിൻ്റെ, കഴിവിൻ്റെ കീഴിലായി, അല്ലാഹുവിൻ്റെ തീരുമാനങ്ങൾക്ക് കീഴൊതുങ്ങി നിലകൊള്ളുന്നതാണ് എന്നാണ് ഖഹാർ എന്ന പദത്തിൻ്റെ വിശദീകരണമായി പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. നാമൊക്കെ സാധാരണയിൽ ചൊല്ലാറുള്ള ഒരു ദിക്റാണല്ലോ അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖളൈത. അല്ലാഹുവേ, നീ നൽകാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അതിനെ തടയാൻ ആരും ഇല്ല. നീ തടയാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അതിനെ നൽകാൻ കെൽപ്പുള്ള ആരും ഇല്ല. നീ വിധിച്ച ഒരു വിധിയെ റദ്ദു ചെയ്യാൻ കെൽപ്പുള്ള ഒന്നും ഇല്ല എന്ന അർത്ഥവ്യാപ്തിയുള്ള ഈ ദിക്ർ ഖഹാർ എന്ന അല്ലാഹുവിൻ്റെ നാമത്തിൻ്റെ ഒരു വിശദീകരണമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു ഹുവൽ ഖാഹിറു ഫൗക ഇബാദിഹി. അല്ലാഹുവിൻ്റെ സർവ അടിമകളുടെയും മുകളിൽ എല്ലാത്തിനെയും അടക്കി ഭരിക്കുന്ന പരിശുദ്ധമായ ദാത്താണ്. അല്ലാഹു അല്ലാത്ത എന്തെല്ലാം വസ്തുക്കളുണ്ടോ അവകൾ മുഴുവനും മഖ്ഹൂറാണ്. എന്ന് പറഞ്ഞാൽ അല്ലാഹു അടക്കി ഭരിക്കുന്നതിൻ്റെ കീഴിൽ ഒതുങ്ങി നിൽക്കുന്ന വസ്തുക്കളാണ്. ഈ ഇസ്മുമായി നാം ബന്ധം പുലർത്തേണ്ടത് എല്ലാ കാര്യങ്ങളും റബ്ബിൽ ഏൽപ്പിച്ചുകൊണ്ടാണ്. എത്ര നിസ്സാരമായ കാര്യമാണെങ്കിലും വലിയ ഗൗരവപ്പെട്ട വിഷയങ്ങളാണെങ്കിലും അതിലൊക്കെ റബ്ബിലേക്ക് ഏൽപ്പിക്കുക എന്ന് മാത്രമല്ല, റബ്ബിൻ്റെ ആ ഒരു ഖഹരിയത്ത് അത് നമ്മുടെ മേലിൽ പൊടുന്നനെ ഉണ്ടാകുന്നതിനെ
പേടിക്കുന്ന ഒരവസ്ഥ നമ്മിൽ ഉണ്ടാകേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ മലായിക്കത്തിൽപ്പെട്ട വളരെ പ്രധാനികളാണ് സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം, അതുപോലെ സയ്യിദുന മീകായിൽ അലൈഹിസ്സലാം. ഇബ്ലീസിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട സമയം, ആ സമയത്ത് ഈ 2 മലക്കുകൾ കരഞ്ഞു എന്നാണ്. എന്തിനാണ് മലക്കുകളെ ഇബ്ലീസിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ കാരണത്താൽ നിങ്ങൾ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ മലക്കുകൾ അതിന് കൊടുത്ത മറുപടി, എത്രയോ കാലം മലക്കുകൾക്ക് വഅ്ള് പറഞ്ഞുകൊടുത്ത, ഇൽമ് പറഞ്ഞുകൊടുത്ത അസാസീലാകുന്ന ഇബ്ലീസിൻ്റെ ആ ഒരവസ്ഥ ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കും അതുപോലെ വല്ല ഖഹരിയത്തും നേരിടേണ്ടി വരുമോ? അള്ളാഹുവിൻ്റെ മഖർ അഥവാ അള്ളാഹു തആല പൊടുന്നനെ ഞങ്ങളുടെ ഇപ്പോഴുള്ള അവസ്ഥ മാറ്റി വേറെ വല്ല അവസ്ഥയിലേക്ക് മാറ്റിപ്പോകുമോ എന്ന് പേടിച്ചുകൊണ്ടാണ് ഞങ്ങൾ കരയുന്നത് എന്ന് ആ മലക്കുകൾ പറഞ്ഞു എന്നാണ്. നാം എപ്പോഴും അള്ളാഹുവിൻ്റെ ആ ഒരു ഖഹാരിയത്ത് എന്ന സിഫത്തിനെ, ആ ഒരു വിശേഷണത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കേണ്ടതുണ്ട്. പലപ്പോഴും മനുഷ്യരിൽ ഉണ്ടാകാറുള്ള ഒരു കാര്യമാണ്, മനുഷ്യർ കുറച്ച് അമലുകൾ ചെയ്യുന്ന സമയത്ത്, എന്തെങ്കിലുമൊക്കെ അമലുകൾ ചെയ്താൽ ഞാനിപ്പോൾ ഒരു കേമനാണ്, ഇപ്പോൾ ഞാൻ അത്യാവശ്യം തരക്കേടില്ലാത്തവനായിട്ടുണ്ട് എന്ന നിലക്കുള്ള ഒരു ചിന്താഗതി, അഹംഭാവത്തിൻ്റെ ചിന്താഗതി പലരിലും ഉണ്ടാകാറുണ്ട്. തീർച്ചയായും അത്തരത്തിലുള്ള ചിന്താഗതികൾ നമ്മളിൽ ഉണ്ടാകരുത്. അള്ളാഹുവിൻ്റെ ആ ഒരു ഖഹാരിയത്ത് അഥവാ അള്ളാഹുവാണ് എന്നെ അടക്കി ഭരിക്കുന്നത്, ഞാൻ ഉൾക്കൊള്ളുന്ന ഈ പ്രപഞ്ചത്തെ മുഴുവനും അടക്കി ഭരിക്കുന്നത് അള്ളാഹുവാണ് എന്ന ആ ഒരു ബോധം, ആ ഒരു തിരിച്ചറിവ് തീർച്ചയായും ഈ നാമവുമായിട്ട് കൂടുതൽ ബന്ധം പുലർത്തുമ്പോൾ നമ്മിൽ ഉണ്ടാകുന്നതാണ്. ഖഹാർ എന്ന നാമം കൊണ്ട് തഖല്ലുക്ക് ഉള്ളവരായി നമ്മൾ മാറണം, സ്വഭാവം ശ്രദ്ധിക്കുന്നവരായി നമ്മൾ മാറണം. മഹത്തുക്കൾ പഠിപ്പിക്കുന്നു, ഈ ഇസ്മുമായിട്ട് തഖല്ലുക്കാവുക, അല്ലെങ്കിൽ ഈ ഇസ്മിൽ നിന്ന് അടിമകൾക്ക് നേടിയെടുക്കാനുള്ള ഹല്ല് എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ശരീരത്തിൻ്റെ ശഹവാത്തുകളെ അവൻ പൊട്ടിച്ചെറിയുക എന്നതാണ്. മനുഷ്യൻ്റെ കഠിന ശത്രുവാണ് മനുഷ്യൻ്റെ ശരീരം, അതുപോലെ തന്നെ അവൻ്റെ ഇച്ഛകൾ, അതുപോലെ പിശാജ്. പിശാജിനേക്കാൾ കഠിനമായ ശത്രുവാണ് സ്വന്തം ശരീരം എന്നാണ് മഹത്തുക്കളായ ആളുകൾ പഠിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രുവാകുന്ന, അവനെ പല തിന്മകളിലേക്കും കൊണ്ടുപോകുന്ന, തിന്മകൾ ചെയ്യാൻ അവനെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ശരീരം, ആ ശരീരത്തിൻ്റെ ദുഷിച്ച ആഗ്രഹങ്ങൾ, ഇതിനെയൊക്കെ അടക്കി ഭരിക്കുന്ന ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാകണം. ശരീരേച്ഛകൾ നമ്മെ അടക്കി ഭരിക്കരുത്. നമ്മൾ ശരീരത്തിൻ്റെ അടിമകളാകരുത്, ശരീരേച്ഛകളുടെ അടിമകളാകരുത്, പിശാചിൻ്റെ അടിമകളാകരുത്, ദുനിയാവിൻ്റെ അടിമകളാകരുത്. മറിച്ച് നമ്മളുടെ ശരീരവും പിശാചും
ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളും ദുനിയാവുമൊക്കെ നമ്മളുടെ ആ ഒരു ഭരണത്തിൽ ആയി വരണം. എല്ലാത്തിൻ്റെയും മേലെ നാം അടക്കി ഭരിക്കുന്നവരാകണം. ഇതാണ് ഈ ഇസ്മ കൊണ്ട് സ്വഭാവം സിദ്ധിക്കേണ്ട രൂപം എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നത് കാണാം. അതേപോലെ തന്നെ ഈ ഇസ്മുമായിട്ട് നമ്മൾ കൂടുതലായി ബന്ധം പുലർത്തുമ്പോൾ തീർച്ചയായും അള്ളാഹുവിനെ കൊണ്ട് ഒരു ദൃഢത അവനിൽ ഉണ്ടാകും. കാരണം ഏത് ലാലിമിനെയും ഏത് അക്രമിയെയും അടക്കി ഭരിക്കുന്ന, നിയന്ത്രിക്കുന്ന, ഏത് അക്രമിയെയും ഒതുക്കാൻ കെൽപ്പുള്ള സൃഷ്ടാവായ റബ്ബാണ് എൻ്റെ യജമാനനായ അള്ളാഹു എന്ന ഒരു ബോധത്തിലേക്ക് ഒരടിമയെത്തുമ്പോൾ തീർച്ചയായും ആ അടിമയ്ക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് സഹായം ഉണ്ടാവുക തന്നെ ചെയ്യും. ഇനി ഈ മഹത്തായ നാമത്തിൻ്റെ പ്രത്യേകത മഹത്തുക്കൾ പറയുന്നത് കാണാം. ഇത് ധാരാളമായി ഒരു മനുഷ്യൻ ചൊല്ലുകയാണെങ്കിൽ ദുനിയാവിനോടുള്ള മഹബത്ത് തീർച്ചയായും അവനിൽ നിന്ന് ഇല്ലാതെയാകും എന്നാണ്. ദുനിയാവിനോടുള്ള മഹബത്താണ് ഇന്ന് മനുഷ്യരെ ഒരു പരിധിവരെ തിന്മകളിലേക്കും നാശത്തിലേക്കും കൊണ്ടുപോകുന്നത്. മഹത്തുക്കളൊക്കെ പറയാറുണ്ട്, നീ ദുനിയാവിൽ നിന്ന് പോകുന്നതിൻ്റെ മുമ്പ് ദുനിയാവ് നിന്നിൽ നിന്ന് പോകുന്ന അവസ്ഥയിൽ നീ ഉയരണം. നാം എല്ലാവരും ദുനിയാവിൽ നിന്ന് പോകുന്നവരാണ് എന്ന് ഉറപ്പാണ്. പക്ഷേ പലരും ആ ദുനിയാവിൻ്റെ കരവലയങ്ങളിൽ ശ്വാസം മുട്ടി ജീവിക്കുന്ന, അല്ലെങ്കിൽ ദുനിയാവിൻ്റെ പിടിയിൽ അമർന്ന് ജീവിക്കുന്ന അവസ്ഥയിലാണുള്ളത്. നാം യഥാർത്ഥത്തിൽ ആകേണ്ടത്, നാം ദുനിയാവിൽ നിന്ന് പോകുന്നതിന് മുമ്പേ ദുനിയാവ് നമ്മിൽ നിന്ന് പോകുന്നൊരവസ്ഥ വേണം. ഈ ഇസ്മിനെ ധാരാളമായി ചൊല്ലുന്ന മനുഷ്യരിൽ നിന്ന് ദുനിയാവിനോടുള്ള മഹബത്ത് ഇല്ലാതെയാകും. ദുനിയാവ് ഇല്ലാതെയാകും എന്നല്ല, ദുനിയാവ് ഇല്ലാതെയാകലും ദുനിയാവിനോടുള്ള മഹബത്ത് ഇല്ലാതെയാകലും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരാൾക്ക് ദുനിയാവിനോടുള്ള മഹബത്ത് ഇല്ലാതെയായി എന്നതുകൊണ്ട് അവൻ പാപ്പരായിക്കൊള്ളണം എന്നില്ല, അവൻ ദരിദ്രനായിക്കൊള്ളണം എന്നില്ല. ബഹുമാനപ്പെട്ട ഗൗസ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ഒക്കെ എത്രയോ വലിയ സമ്പന്നനായിരുന്നു. ഗൗസുൽ-ആലം റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലെ വളരെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു കച്ചവടക്കാരനായിരുന്നു, സമ്പന്നനായിരുന്നു. പക്ഷേ അത്രയും സമ്പത്ത് അവരിലുണ്ടായിരുന്നുവെങ്കിലും ആ സമ്പത്തിനോടുള്ള മഹബത്ത് അവരിൽ നിന്ന് ഇല്ലാതെയായി പോയിട്ടുണ്ട്. അപ്പം ആ ഒരു അവസ്ഥ നമ്മളിൽ ഉണ്ടാകും. അതേപോലെ തന്നെ അല്ലാഹു അല്ലാത്ത സർവ വസ്തുക്കളുടെയും ആ ഒരു മഹത്വം അവൻ്റെ ഖൽബിൽ നിന്ന് ഇല്ലാതെയാകും. അള്ളാഹുവിൻ്റെ ആ ഒരു ഗാംഭീര്യതയും അള്ളാഹുവിൻ്റെ മഹത്തരവും അവൻ്റെ ഖൽബിൽ സ്ഥലം പിടിക്കും. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ദുനിയാവിൻ്റെ വസ്തുക്കൾ അവൻ്റെ ഹൃദയത്തിൽ സ്ഥലം പിടിക്കുന്നതിനെ തൊട്ട് അവന് രക്ഷപ്പെടാൻ കഴിയും. അതുപോലെ തന്നെ ശത്രുക്കളുടെ മേലിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങൾ അവന് ലഭിച്ചുകൊണ്ടേയിരിക്കും. മഹാന്മാർ പറഞ്ഞു, യാ ജബ്ബാറു യാ ഖഹാറു യാ ദൽ ബത്ശി ശദീദ്. അത് ധാരാളമായി ചൊല്ലിയാൽ യാ ഖഹാറു എന്നതിലേക്ക് യാ ജബ്ബാറു എന്ന ഇസ്മിനെ കൂടി ഉൾപ്പെടുത്തി യാ ജബ്ബാറു യാ ഖഹാറു യാ ദൽ ബത്ശി ശദീദ് എന്ന് ചൊല്ലിയാൽ അതിന് വലിയ നേട്ടങ്ങളാണ് എന്ന് മഹത്തുക്കൾ പറയുന്നത് കാണാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ.